അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ശരിക്കും സൗദ ഞെട്ടി. അത് നവാസ്കയുടെ മനസ്സിൽ എന്താണാവോ? ഞാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണോ? അതോ അവർക്ക് രണ്ടുപേർക്കും സുഖമായി ജീവിക്കാനായിരിക്കും? പക്ഷേ അവൾ പെട്ടെന്ന് ആലോചിച്ചു, നവാസ്ക എങ്ങാനും എന്നെ മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതെ, എൻ്റെ ഉമ്മയുടെ കൂടെയുള്ള ജീവിതം, അനിയത്തിയുടെ കൂടെയുള്ള ജീവിതം, അത് തികച്ചും ഭയാനകമാണ്. കാരണം ഞാനത് ഒരുപാട് അനുഭവിച്ചതാണ്. അതായത് എൻ്റെ ഉമ്മയും അനിയത്തിയും എന്നെ ഒരുപാട് കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ട്. ഇനിയും ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോവുകയോ? എന്നാൽ അവൾ മൗനം പാലിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ നവാസ് ചോദിച്ചു, സൗദ, നീ ഒന്നും പറഞ്ഞില്ല, എന്താ നിൻ്റെ പ്ലാന്? ഇക്ക, അത് മാനമര്യാദയിൽ കുട്ടിയെ നോക്കി ഇവിടെ നല്ല രീതിയിൽ നിൽക്കണോ, അതോ നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകണോ? ഇക്ക, നിങ്ങളെന്താ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നല്ല രീതിയിൽ തന്നെയാണല്ലോ ഇവിടെ നിൽക്കുന്നത്. പിന്നെ കുട്ടിയെ നോക്കണം, നല്ല രീതിയിൽ ഇവിടെ സഹകരിച്ച് നിൽക്കണം. എന്നും നീ ഒരു കിടത്തം, ഇതൊട്ടും ശരിയല്ല. ഇതെന്ത് കിടത്താം? ഞാൻ എപ്പോൾ വന്നാലും നീ കിടക്കുകയാണ്. നീ ഇങ്ങനെ കിടക്കുക മറ്റുള്ളവർ നിനക്ക് വേണ്ടി ഒരുക്കി തരിക അല്ലേ? നീ ഇവിടെ ഒരിക്കലും ഒരു ജോലിക്കാരി ആവണം എന്നതല്ല ഞാൻ പറയുന്നത്. അതിലുപരി നീ ഒരു നല്ലൊരു ഉമ്മയാവണം, ഈ കുട്ടിയുടെ ഒരു ഭാര്യയാകണം, മരുമകളാകണം. അതെല്ലാം നിനക്ക് പറ്റുമോ? പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ ഒരു നിമിഷം തന്നെ നിന്നെ ഞാൻ വേണമെങ്കിൽ കൊണ്ടാക്കി തരാം. പിന്നെ നിന്നെ വേണമെങ്കിൽ ഞാൻ ഒഴിവാക്കി തരികയും ചെയ്യാം. നവാസ്കങ്ങൾ എന്തൊക്കെയാണ് പറയണത്? ഞാൻ വെറുതെ... എന്താ, നിനക്ക് പേടിയുണ്ടോ? പേടിയുണ്ടായിട്ടൊന്നല്ല, എന്നാലും എനിക്ക് പിന്നെ എന്നാൽ പിന്നെ നല്ല രീതിയിൽ ഇവിടെ നിൽക്കണം. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എത്ര നല്ല രീതിയിലാണ് ഉമ്മ നിന്നെ നോക്കുന്നത്. നീ അതൊന്ന് മനസ്സിലാക്കിക്കൂടെ നിനക്ക്? ഉമ്മ തരുന്ന സ്നേഹം, അങ്ങനെ ഏതെങ്കിലും ഉമ്മമാരെ അങ്ങനെ സ്നേഹിക്കുമോ? മരുമക്കളെ, നിനക്ക് ചായയും വെള്ളവും ചോറൊക്കെ ഇവിടെ കൊണ്ടുവന്ന് തരുന്ന സുഖമില്ലാത്ത കുട്ടിയല്ലേ അവള് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പേരും. സത്യം പറ, നീ ഒരുപാട് അഭിനയിക്കുകയല്ലേ? ഇക്ക, നിങ്ങൾ എന്തീ പറയുന്നത്? ഞാൻ അഭിനയിക്കേ? അതെ, നിൻ്റെ അഭിനയമാണ്, എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഫാമിലി തന്നെ ശരിക്കും ആളുകൾ മോശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇക്കങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? അത് എനിക്ക് നന്നായിട്ടറിയാം, എല്ലാം മനസ്സിലായി കഴിഞ്ഞു. ശരിക്കും നവാസ് അവളോട് നല്ല രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, അത് അവളുടെ തള്ളയാണ് എന്നെ ഈ രൂപത്തിൽ ആക്കിയത്, ഒരു തെറ്റും ചെയ്യാതെ ജയിലിലേക്ക് കയറ്റിയതും പീഡിപ്പിച്ചെന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ മിണ്ടാൻ തന്നെ എനിക്ക് ഇഷ്ടമല്ല അവളോട്, തീരെ മിണ്ടാൻ തന്നെ. ഞാൻ ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെയെന്ന് വെച്ചാൽ 2 ഭാര്യമാരുണ്ടാകുമ്പോൾ ഒരാളുടെ അടുത്ത് മാത്രം നിൽക്കുന്നത് ശരിയല്ലെന്ന് കരുതിയിട്ട്. എന്താന്നില്ലേ സൗദ, നീ തീരുമാനിക്ക്. നിനക്കൊരു ദിവസത്തെ തീരുമാനിക്കാൻ ഞാൻ സമയം തരുന്നു. ഈ ദിവസം നീ തീരുമാനിക്ക്. ഇക്ക, അതെ, നീ ഇവിടെ നല്ല രീതിയിൽ നിൽക്കണോ അതോ പോകണോ? ഞാൻ നിന്നെ ഡൈവേഴ്സ് ചെയ്തില്ല, നോ പ്രോബ്ലം, എനിക്ക് കുഴപ്പമേ ഇല്ല. എന്താ വേണ്ടത്? അത് ഇക്ക, അത് പിന്നെ ഞാനല്ല, അങ്ങനെയൊന്നും എന്നോട് ഫസീലത്ത് പറഞ്ഞതാണ് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാനൊക്കെ. ഫസീലത്ത് എന്നോട് പറഞ്ഞു, അത് നവാസ്ക്ക് വരുമ്പോൾ ഈ കൂടുതൽ മിണ്ടും പറയുന്നും വേണ്ട, അത് എൻ്റെ കൂടി ഭർത്താവാണ്, നീ അങ്ങനെ കുറച്ച് സുഖമില്ലാത്ത രീതിയിലൊക്കെ അഭിനയിച്ചുകൊണ്ട് അപ്പോൾ നവാസ്ക്ക് പാവല്ലെന്ന് കരുതിയിട്ട് എൻ്റെ അടുത്തേക്ക് വരൂല, അങ്ങനെ എൻ്റെ അടുത്ത് എത്തിക്കോളും. ഫസീലത്തി എന്നോട് ഇത് പറഞ്ഞത് ഇങ്ങനെയൊക്കെ മിണ്ടാണ്ട് കിടക്കാനൊക്കെ. ശരിക്കും അത് കേട്ടപ്പോൾ നവാസ് ഒന്ന് ഞെട്ടി. നീ എന്തീ പറയുന്നത്? അത് ഇക്ക, ഫസീലത്തിയാണ് പറഞ്ഞത്, ഇക്കയെ മൈൻഡ് ചെയ്യണ്ട, ഇക്ക പറയുന്നൊന്നും കേൾക്കണ്ട, എന്നാലേ നിന്നോട് സ്നേഹം ഉണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞതാക്കിയതാണ്. ശരിക്കും നവാസ് ആകെപ്പാടെ ടെൻഷനായിപ്പോയി, എന്താ ഞാൻ ചെയ്യാന്നറിയുന്നില്ല. എന്നാൽ ഒരു നിമിഷം ഫസീലയോടും അവനക്ക് എന്തൊരു വെറുപ്പ് തോന്നി. പഠിച്ചോനെ, എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്? 2 ഭാര്യമാരും എനിക്ക് തലങ്ങും വിലങ്ങും എന്നെ ഉപദ്രവിക്കുകയാണോ? ഒരു നിമിഷം അവൻ റൂമിൽ നിന്നിറങ്ങി. എല്ലാം ചതിയന്മാരാണ് എന്നവൻക്ക് തോന്നിപ്പോയി. അവൻ നേരെയതാ ഡൈനിങ് ഹാളിലെ ആ ഒരു സോഫ സെറ്റിയിലിരുന്നു. ഓരോന്നാലോചിച്ചു. അത് ഈ ദിവസം കഴിഞ്ഞാൽ എനിക്ക് ജയിലിലേക്ക് പോകേണ്ടതാണ്, അല്ലെങ്കിൽ എന്നെ തിരഞ്ഞ ആൾ വരും. ഇനി എന്തൊക്കെ വിധിയും കാര്യങ്ങളൊക്കെ ആവോ, അല്ലാഹു ആലം. എന്നാൽ അതാ നവാസ് ആ രാത്രി മുഴുവൻ 2 ഭാര്യമാരുടെയും അടുക്കൽ പോകാതെ ഡൈനിങ് ഹാളിലെ ആ സോഫ സെറ്റിയിലാണ് കിടന്നത്. എന്നാൽ ഈ സമയം പുലർച്ചെ അതാ
കുഞ്ഞുവിൻ്റെ കാര്യം അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മിസിരിയുടെ കല്യാണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഷമ്മാസ് അതാ നേരത്തെ എഴുന്നേറ്റിരിക്കുന്നു. തഹജ്ജുദ് നമസ്കരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ, ആ ടൈമിന് മുമ്പായിട്ട് അവൻ ഉണർന്ന് നുസിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നാൽ ഞാൻ പോയിട്ട് വരാം. ഇക്ക സുബഹിന ബാങ്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് അവിടെ നിസ്കരിച്ചുകൊണ്ട്. ഓക്കെ, എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. അവൻ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഉമ്മയുടെ റൂമിലേക്ക് പോവുകയാണ്. ഉമ്മയുടെ റൂമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവൻ പെട്ടെന്ന് ഡൈനിങ് ഹാളിലേക്ക് നോക്കിയപ്പോൾ എന്തപ്പോൾ ഇത്, നവാസ്കയോ? അവൻ ആ മൊബൈലിൻ്റെ ഫ്ലാഷ് പതുക്കെ ഒന്ന് ചെരിച്ചടിച്ചു. നവാസ്ക തന്നെ. നവാസ്ക എന്താ ഇവിടെ? സൗദയുമായി പിണങ്ങിയോ അതോ ഫസീലത്തയുമായി പിണങ്ങിയോ അറിയില്ല. പ്രഭേ, 2 ഭാര്യമാരുണ്ട്. അദ്ദേഹം കിടക്കുന്ന സ്ഥലം കണ്ടാൽ 2 ഭാര്യമാരുടെ അടുത്തല്ല, അദ്ദേഹം സോഫയിലാണ് കിടക്കുന്നത്. എന്താ റബ്ബേ, വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇക്കയുടെ അവസ്ഥ. അവൻ പതുക്കെ ഒന്ന് വിളിക്കാൻ നോക്കി. ഉണർത്തണോ? അല്ലെങ്കിൽ ഇക്കയോടൊന്ന് പറയാം പോകുന്നത്. എങ്ങനെയൊക്കെ ഏതേ പറയാൻ പറ്റില്ല. ഇക്ക, നവാസ്ക. അവൻ പതുക്കെ വിളിച്ചു. അദ്ദേഹം പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റു. ഷമോനെ, എന്താ ഇത്ര പെട്ടെന്ന് എങ്ങോട്ട് പോകുന്നത്? അല്ലിക്ക, എന്ത് ഈ സമയത്ത് ഇവിടെ കിടക്കുന്നത്? ഒന്നുമില്ലടാ, ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് സമാധാനം തോന്നിയത്. ഇവിടെ കിടന്നപ്പോൾ. അല്ലാതെ സമാധാനം നഷ്ടപ്പെട്ട പിന്നെ എന്ത് ചെയ്യും? അതല്ലാതെ വഴിയില്ലായിരുന്നു. സാരില്ലക്ക്, ശരിയാവും. ഷാമോനെ, ഇന്ന് ഞാൻ പോവാണ് കേട്ടോ. അല്ലിക്ക, അപ്പം നാളെ മറ്റന്നാൾ 2 ദിവസം കഴിഞ്ഞിട്ട്? അല്ല, ഇന്ന് ഞാൻ പോവാനടാ. ഇനി കഴിയൂല, പോട്ടെ. ഇനി അവർ തിരഞ്ഞു വന്ന് പോലീസ് വണ്ടിയും ജീപ്പൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കൊണ്ടുപോയാൽ അതിലേറെ പ്രശ്നമായിരിക്കും. ഞാൻ പോട്ടെ. എന്നാൽ ആ നിമിഷം തന്നെ നവാസ് പറഞ്ഞു, അതെ, ഇന്ന് പോണ്ടേക്ക. ഞാൻ ഇന്ന് കരുതിയില്ല പോകുന്നത്. എനിക്കൊന്നൊരു ഒരിടം വരെ പോകാനുണ്ട്. എടാ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലടാ, ഞാൻ പോട്ടെ. നീ എങ്ങോട്ടാ? നമ്മളെ കുഞ്ഞുവിൻ്റെ കല്യാണത്തിനെ കുറിച്ച് അന്വേഷിക്കാനേ ചെറിയൊരു അങ്ങനെ. ഷാമും പോയിക്കോ, ഞാൻ പോയിക്കോളാം. ഇക്ക 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഞാനൊന്ന് വിളിച്ച് പറയാം. നജീബ് സാറോടൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞ് അവിടുത്തെ സാറിനോടൊക്കെ ഒന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു പക്ഷേ രക്ഷപ്പെടുമായിരിക്കും. എന്താ 2 ദിവസം കഴിഞ്ഞിട്ട്? ഷാമോനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? ഇവിടെയുള്ള ജീവിതത്തിനേക്കാൾ എനിക്ക് ഭേദം ജയിൽ തന്നെയാണ്. എന്തൊക്കെ നിങ്ങളീ പറയുന്നത്? അല്ലടാ, സമാധാനം ഇല്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഫസീലത്ത, അവർ ഭയങ്കര വിഷമത്തിലായിരുന്നല്ലോ. ഫസീലത്ത ഓക്കെയാണ്. പക്ഷേ ഫസീലത്ത് അവളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫസീല പറഞ്ഞത്രേ, ഇവളോട് ഞാൻ വരുമ്പോൾ മൈൻഡ് ചെയ്യരുത്, തീരെ ഒന്നും ശ്രദ്ധിക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നവാസ്കയെ മൈൻഡ് ചെയ്യരുത്, അങ്ങനെയാണ് അത്തരക്കാരനാണ് ഇത്തരക്കാരനാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് കിടന്നു. എവിടേക്ക് പോകാൻ? എങ്ങോട്ടുമില്ല. എന്നാൽ പെട്ടെന്ന് ഷമ്മാസ്, ഇല്ല നവാസ്ക, ഒരിക്കലും അങ്ങനെയല്ല. അത് സൗദ കള്ളം പറയാണ്. അവൾ ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞു കൂട്ടും. എന്നോട് മുഹ്സിൻ തങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതായത് ഞാൻ വന്നിട്ട് പറയാം. 2 ദിവസം കൂടി നിങ്ങൾ ഇവിടെ നിൽക്കണം. ഞാൻ നജീബ് സാറിനോടൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറയാം. എന്നിട്ട് ഓക്കെ, അത് സെറ്റായിട്ട് ഞാൻ സുബഹി നമസ്കാരത്തിന് ശേഷം വിളിക്കാം. ഈ സമയത്താകുമ്പോൾ ഒരു പക്ഷേ അവർക്കെല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഷാമോനെ, എടാ, ഞാൻ ഫസീലയെ വെറുതെ തെറ്റിദ്ധരിച്ചു അല്ലേ? അതേക്ക, ഒരിക്കലും അവൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, മനസ്സിലായല്ലോ? അതുകൊണ്ട് ഒരിക്കൽ പോലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഫസീലത്ത അങ്ങനെ പറയൂല. ഫസീലത്തൊക്കെ മാറ്റം വെച്ചില്ലേ? പടച്ച റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങി അവർ നല്ല രീതിയിൽ സോലിഹായ രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട. എന്നാൽ ഇക്ക, ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ തന്നെ ഉമ്മയുടെ വാതിലിന് അരികിലേക്ക് ഷമ്മാസ് എത്തി. ഉമ്മ മോനെ. ഇത്ര നേരത്തെ കാലത്ത് തന്നെ പോണോ? ഇപ്പോൾ തന്നെ പോണേക്കൂല്ലേ? അത് ശരി. അല്ല, സുബീസ്കാരം കഴിഞ്ഞിട്ടുണ്ട് ഇറങ്ങിയാൽ പോരെൻ്റെ പൊന്നാര കുട്ടിയെ. ഉമ്മ, പള്ളിയിൽ വെച്ച് സുബഹ് ജമാഅത്തായി നിസ്കരിക്കുക എന്നത്തെയും പോലെ. ആയിക്കോട്ടെ. എന്നാൽ വേഗം വരണം കേട്ടോ. ബൈക്കിലൊക്കെ നോക്കുകണ്ടി, മഴക്കാലമാണ്. മഴയും വെള്ളവും ചളിയും എല്ലാം ഉണ്ടാവും. ഡ്രൈവിങ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അല്ല, ഇൻഡാൻ്റെ ഇപ്പോൾ ആരാ കൂടെ ഉള്ളത്? ഉമ്മ, കുഞ്ഞുണ്ട്, ഫൈസി ഉസ്താദും ഉണ്ട്. പിന്നെ വാഫി ഉസ്താദ് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ആയിക്കോട്ടെ മക്കളെ, നോക്കിയും കണ്ടൊക്കെ പൊയ്ക്കോലിട്ടാ. പഠിച്ചോനെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. ഉമ്മ അസ്സലാമു അലൈക്കും. അങ്ങനെ ഷമ്മാസ് ഇറങ്ങുന്നു. നവാസും അത് സിറ്റൗട്ട് വരെ വന്നു. ഇക്ക എന്നാ പറഞ്ഞ പോലെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ സാറോട് വിളിച്ച് പറയാം. എന്ത് കാര്യം? പെട്ടെന്ന് ആവശ്യമായി ചോദിച്ചു. ആ അതുമ്മേ, ഇക്കാക്ക ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിരുന്നു. അതാ ബിസിനസ്സിൻ്റെ. ഇനി ബിസിനസ്സിന് ഒരു തേങ്ങക്കും മാക്കും പോകണ്ട. ഇനി ഇവിടെ നിന്നാൽ മതി ബിസിനസ്സൊക്കെ. നമുക്ക് എമ്പാടിപ്പോൾ പടച്ച റബ്ബ് തന്നക്കണ്. മാണ്ടമാതിരി പൈസ ഉണ്ട്. പക്ഷേ നമ്മൾ ഇനിയും പൈസ വേണമെന്ന് വിചാരിച്ചിട്ട് ബിസിനസ്സിനൊന്നും പോകണ്ട. ഉള്ള പൈസ ആയിട്ട് ഇവിടെ നിന്നാൽ മതി. ശരിക്കും ഉമ്മയുടെ സംസാരം കേട്ടപ്പോൾ നവാസ് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഷമ്മാസിനൊന്നും മിണ്ടുവാൻ കഴിഞ്ഞില്ല. എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. മതി, ഇനി ഞാൻ ഷമ്മാസെ നവാസിനെ വിടൂല. ആ പൂതി കരുതണ്ട. മതി, ഓൻ കുറേ കാലം മുംബൈയിൽ പോയിരുന്നില്ലേ, ഇനി മതി. ഇനി പോകണ്ട. വന്നപ്പോൾ എൻ്റെ കുട്ടീൻ്റെ ഒരു ചേലും കോലൊക്കെ എന്തായിരുന്നു. ഓൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റൂല. ഇപ്പോഴാണ് അവനൊരു ഈമാൻ ഉണ്ടായത്. അവിടെ എന്ത് പണീനും എനിക്ക് നാവം. ശരിക്കും ഷമ്മാസിനെ എന്ത് പറയണമെന്നായിപ്പോയി. എന്നാൽ നവാസ്ക പറഞ്ഞു, ഷാമോനെ ലേറ്റ് ആകണ്ട, പോയിക്കോ, ഞാൻ മാനേജ് ചെയ്തോളാം. എന്നാൽ ഉമ്മ ഞാൻ പോയിട്ട് വരാം. അവരതാ സുബഹിന് മുമ്പായിട്ട് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. ഷമ്മാസിൻ്റെ താറിലായിരുന്നു അവർ പോകുന്നത്. എല്ലാവരും ആദ്യം പള്ളിയിലേക്ക് പോകണം. പള്ളിയിൽ പോയിട്ട് നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഉസ്താദിനെ കൂട്ടണം. അപ്പോഴേക്കും കുഞ്ഞു എത്തും. പിന്നെ മിസ്രിയുടെ ആങ്ങള വാഫി ഉസ്താദ് ഇനി എപ്പോഴാണാവോ എവിടെ നിന്നാണോ കയറുക. ഞാൻ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ തന്നെ അല്പം ദൂരം പോകുവാനുണ്ട്. അങ്ങനെ ഷമ്മാസ് വീട്ടിൽ നിന്ന് നേരെ പള്ളിയിലേക്ക് എത്തി. ഉസ്താദ് ബാങ്ക് കൊടുക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും കുഞ്ഞുവും എത്തി. ഉസ്താദ് ബാങ്ക് കൊടുത്തു. അവർ അതാ എല്ലാവരും ജമാഅത്തായി നമസ്കരിക്കുന്നു. അങ്ങനെ അവർ ഇറങ്ങി. ആ പുലർച്ചെ തന്നെ ഉസ്താദ് സമീറയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഞാൻ ചിലപ്പം എത്താൻ ലേറ്റാവും, ഒരു പക്ഷേ പിറ്റേ ദിവസമാവും എന്നൊക്കെ. എങ്കിലും അവൾക്ക് ഭയമായിരുന്നു. അവൾ പറഞ്ഞിരുന്നു, സൂക്ഷിക്കണേ ഇക്ക, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞിട്ടാണ് അവർ യാത്രയാക്കിയത് ഉസ്താദിനെ. അവരുടെ വാഹനം യാത്ര പുറപ്പെട്ടു. പുലർച്ചെ ഫജ്ർ നമസ്കാരത്തിന് ശേഷം ആരംഭിച്ച യാത്ര. ഷമ്മാസാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഒപ്പം വരുന്ന ഫൈസി ഉസ്താദ് മാപ്പ് നോക്കിക്കൊണ്ടിരുന്നു. അതെ, ലൊക്കേഷൻ. പിന്നിലെ സീറ്റിൽ കുഞ്ഞു ഇരിക്കുന്നു. വാഫി ഉസ്താദ് കുറച്ചപ്പുറത്തുനിന്ന് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വാഫി ഉസ്താദ് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു. അവൻ അവിടെയായിരുന്നു ഇന്നലെ താമസിച്ചത് എന്ന് പറഞ്ഞപ്പോൾ വഴിയിൽ വെച്ച് അവരും ആ ഒരു യാത്രയിൽ പങ്കുചേർന്നു. അതെ, പെങ്ങളുടെ വിവാഹക്കാര്യത്തെക്കുറിച്ചല്ലേ. ഞാനും കൂടി അതിൽ ഉത്തരവാദിയാകണമല്ലോ. കാരണം എൻ്റെ പെങ്ങളുടെ കാര്യമാണ്. ഇവരെല്ലാം എൻ്റെ പെങ്ങൾക്ക് വേണ്ടി ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെ, ഞാനും അതിൽ പങ്കുചേരുക തന്നെ വേണം. അങ്ങനെ അതാ വാഫി ഉസ്താദും പിന്നിലെ സീറ്റിൽ കയറി. കോയമ്പത്തൂരിലേക്ക് പോകുന്ന ദേശീയപാതയിലൂടെ വാഹനം പതുക്കെ മുന്നേറി. ഇരുവശങ്ങളിലും തെങ്ങിൻ തോപ്പുകൾ, വാഴത്തോട്ടങ്ങൾ, കരിമ്പിൻ പാടങ്ങൾ. മഴ പെയ്തു നിർത്തിയ മണ്ണിൻ്റെ മണം കാറിനകത്തേക്കും ഒഴുകിയെത്തി. കുറച്ചു സമയം ആരും ഒന്നും സംസാരിച്ചില്ല. ഒടുവിൽ വാഫി ഉസ്താദ് പറഞ്ഞു, ഇന്ന് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് ഒരാളെ മാത്രമല്ല, ഒരു സത്യത്തെയാണ്. ഷമ്മാസ് തല കുലുക്കി. അതെ, നമുക്ക് സത്യം അറിയണം. മിസ്രിയെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ. അയാൾ വീണ്ടും വീണ്ടും അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും നമുക്കതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ സത്യം കണ്ടെത്തണമല്ലോ. അദ്ദേഹം നല്ല ആളാണെങ്കിൽ അതും അറിയാം, മോശമാണെങ്കിൽ അതും അറിയാം. കേട്ടുകേൾവിയല്ല വേണ്ടത്, തെളിവാണ് വേണ്ടത്. ഫൈസി ഉസ്താദ് ശാന്തമായി പറഞ്ഞു. മിസ്രിയുടെ ജീവിതമാണ് വിഷയം. തെറ്റായ തീരുമാനം ഒരാളുടെ മുഴുവൻ ജീവിതവും തകർക്കും. വാഹനം പാലക്കാട് പിന്നിട്ട് കോയമ്പത്തൂർ ജില്ലയിലെ അതിർത്തി കടന്നു. അവരുടെ ലക്ഷ്യം കോയമ്പത്തൂരിനടുത്തുള്ള കിണത്തുകടവ് ഭാഗത്തെ ഒരു സ്വകാര്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജായിരുന്നു. രാവിലെ 10 മണിയോടെ അവർ കോളേജിലെത്തി. വലിയ ഗേറ്റ്, പച്ചപ്പുല്ല് നിറഞ്ഞ മൈതാനം, മുന്നിൽ ഉയർന്ന കെട്ടിടങ്ങൾ, 100 കണക്കിന് വിദ്യാർത്ഥികൾ. കാറിൽ നിന്നിറങ്ങിയ അവർ നേരെ ഓഫീസിലേക്ക് നടന്നു. പ്രിൻസിപ്പൽ സാറുണ്ടോ ഇവിടെ? റിസപ്ഷനിലിരുന്ന ജീവനക്കാരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാർ ഇന്ന് വന്നിട്ടില്ല. എവിടെയാണ്? അറിയില്ല, പുറത്തൊരു മീറ്റിംഗാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാഫി ഉസ്താദ് ഫൈസിയെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തെ ഒരിടത്ത് കിട്ടുക എളുപ്പമല്ല. അതേസമയം ഓഫീസിലെ മറ്റൊരു ജീവനക്കാരൻ പതുക്കെ അടുത്ത് വന്നു. സാറിനെ കുറിച്ച് നിങ്ങൾ മാത്രമല്ല വന്നിട്ടുള്ളത്. അവർ 4 പേരും അമ്പരന്നു. എന്താണ് അതിനർത്ഥം?
അവൾ ചുറ്റും നോക്കി ശബ്ദം താഴ്ത്തി. കുറേ ആളുകൾ ഇടയ്ക്കിടെ അന്വേഷിച്ച് വരാറുണ്ട്. പക്ഷേ അതൊന്നും കൂടുതൽ പറയാൻ എനിക്ക് പറ്റില്ല. അത്രയും പറഞ്ഞ് അയാൾ നടന്നു. അത് കേട്ടതോടെ എല്ലാവരുടെയും സംശയം ഇരട്ടിയായി. അവർ വീണ്ടും യാത്ര തുടരുന്നു. വാഫി ഉസ്താദ് പറഞ്ഞു, ഇവിടെ സമയം കളയണ്ട. അദ്ദേഹം മറ്റൊരു സ്ഥാപനത്തിലായിരിക്കും. വീണ്ടും കാറ് മുന്നോട്ട്. ഇപ്പോൾ ലക്ഷ്യം മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനം. യാത്രയ്ക്കിടെ റോഡരികിലെ ചെറിയ ചായക്കടയിൽ അവർ വാഹനം നിർത്തി. നല്ല ചൂട് ചായയും ഉഴുന്നുവടയും. അവിടെ ഇരുന്നു കൊണ്ട് ചർച്ച വീണ്ടും തുടങ്ങി. ഷമ്മാസ് ചോദിച്ചു, ഇദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും ആളുകൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഫൈസി ഉസ്താദ് പറഞ്ഞു, പലരും പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്ത്? വിവാഹാലോചന വരുമ്പോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് മുഴുവൻ വിവരങ്ങളും തുറന്നു പറയില്ലെന്നാണ് ചിലരുടെ ആരോപണം. വാഫി ഉസ്താദ് കൂട്ടിച്ചേർത്തു, അതൊക്കെ കേട്ടുകേൾവി മാത്രമാണ്. ഉറപ്പില്ലാതെ ആരെയും കുറ്റക്കാരനാക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ നമ്മൾ നേരിട്ട് അന്വേഷിക്കുന്നത്. മറിച്ചൊരു പെൺകുട്ടിയുടെ ഭാവി സുരക്ഷിതമാണോ എന്നറിയണമല്ലോ നമുക്ക്. അല്ല, അയാൾ പറയുന്നു, എനിക്ക് അവളെ കെട്ടിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ. പക്ഷേ സത്യാവസ്ഥ അറിയാതെ ഒരാളെയും കെട്ടിച്ചു കൊടുക്കാൻ പാടേയില്ല. കോയമ്പത്തൂരിലെ ഗ്രാമീണ റോഡുകൾ, പച്ചനിറമുള്ള വയലുകൾ, ചെറിയ പള്ളികൾ, പഴയ ബസ് സ്റ്റോപ്പുകൾ, സൈക്കിളിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, മഴ പെയ്ത മലനിരകൾ പോലെയായി. ഓരോ സ്ഥലത്തും അവർ ചോദിച്ചു, പ്രിൻസിപ്പൽ സാർ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന്. ഒരാൾ പറഞ്ഞു, രാവിലെ വന്നിരുന്നു. അയാളുടെ 2-3 സ്ഥാപനങ്ങളിൽ ഇവർ അന്വേഷിച്ചു. മറ്റൊരാൾ പറഞ്ഞു, 10 മിനിറ്റ് മുമ്പ് പോയി. ഓരോ തവണയും അവർ എത്തുമ്പോഴേക്കും അദ്ദേഹം അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ ഷമ്മാസ് ചിരിച്ചു. നമ്മൾ അന്വേഷിക്കുന്നതെറിഞ്ഞ് ഒഴിവാകുകയാണോ? ഫൈസി ഉസ്താദ് മറുപടി പറഞ്ഞു, അങ്ങനെയൊന്നും കരുതണ്ട. പക്ഷേ ഇത്രയും തിരക്കുള്ള ആളാണെന്നത് സത്യമാണ്. ഒരുപാട് സ്ഥാപനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സൂര്യൻ പടിഞ്ഞാറോട്ട് ചായാൻ തുടങ്ങി. ഇനിയും പ്രിൻസിപ്പലിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഓരോ യാത്രയും അവരുടെ മുമ്പിൽ പുതിയ ചോദ്യങ്ങൾ തുറന്നുകൊണ്ടിരുന്നു. സത്യം ഏതാണ്? കേൾക്കുന്നതെല്ലാം തെറ്റാണോ? അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? എന്നാൽ ഈ ചോദ്യങ്ങളുമായി അവരുടെ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങി. അവിടെ അവർ പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സൂചനയാണ് കഥയുടെ വഴിത്തിരിവാകുന്നത്. അവർ വീണ്ടും യാത്ര തിരിച്ചു. എന്നാൽ പല ഡീറ്റെയിൽസും അതിനിടയിൽ ഷമ്മാസ് ശേഖരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഒരു ലൊക്കേഷൻ കിട്ടിയതനുസരിച്ച് എത്തിപ്പെട്ടത് വലിയൊരു കൊട്ടാരം പോലുള്ള വീടിന് മുമ്പിലായിരുന്നു. ഷമ്മാസ് വീണ്ടും ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് അവിടെ എത്തപ്പെട്ടത്. ആ ലൊക്കേഷൻ അനുസരിച്ച് നോക്കിയപ്പോൾ വലിയൊരു ചുറ്റുമതിലാണ് ആദ്യമേ കണ്ടത്. അതിൽ എഴുതിയിരുന്നു ഐഷ നിവാസ് എന്നാണ് അവിടെ കൊടുത്തിട്ട് തന്നെ ഉള്ളത്. എന്നാൽ സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി അവർ കാറ് അങ്ങോട്ട് എത്തിയപ്പോൾ സെക്യൂരിറ്റി ചോദിച്ചു, എന്താ, എങ്ങോട്ടാ, ആരെ കാണാനാ? എന്നാൽ ഒരു നിമിഷം അവർ പറഞ്ഞു, ഞങ്ങൾ പ്രിൻസിപ്പളിൻ്റെ ഓ അങ്ങനെ ഇവിടുത്തെ മരുമകൻ അല്ലേ? ആ, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ്? പലരും ഇവിടെ വരാറുണ്ട്, അതാ ചോദിച്ചത്. അല്ല, ഞങ്ങളുടെ വിവാഹാലോചനയുമായി. അപ്പോൾ തന്നെ സെക്യൂരിറ്റി അവിടെ നിന്ന് അവരെ കടത്തിവിട്ടു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അവർ ആ വലിയ വിശാലമായ മുറ്റത്തേക്കെത്തി. അവിടെ എത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അതെ, 3-4 വലിയ അടിപൊളി വാഹനങ്ങൾ. അതുമാത്രമല്ല, അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായ പോർച്ച്, ഒരു ഭാഗത്ത് കൊട്ടാരം കണക്കെ ഒരു വീട്, വിശാലമായ ഇൻ്റർലോക്ക് ചെയ്ത മുറ്റം, അതിന് ചുറ്റുഭാഗത്തുമായി മനോഹരമായ ചെടികൾ വെട്ടിയൊതുക്കി നിർത്തിയിരിക്കുന്നു. നല്ല രീതിയിൽ മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരുടെ വിശാലമായ ആ ഒരു സിറ്റൗട്ടിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ക്യാമറ കണ്ണുകളിലൂടെ അവരെല്ലാം അതിനുള്ളിൽ നിന്ന് നോക്കിക്കാണുന്നു. ഒരു സ്ത്രീ അങ്ങോട്ട് കടന്നു വന്നു, ഒരു കഴുത്ത് നീണ്ട വലിയൊരു സ്ത്രീ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രായമായ ഒരു സ്ത്രീ അങ്ങോട്ട് കടന്നു വന്നു. ആ, ആരാണ്? ഞങ്ങൾ പ്രിൻസിപ്പളിൻ്റെ ഒരു അന്വേഷണത്തിലൂടെ. ആ, വരൂ, ഇരിക്കി. അവർ മാന്യമായിട്ട് തന്നെ അവരെ സ്വീകരിച്ചു. അങ്ങനെ വാഫി ഉസ്താദും കുഞ്ഞുവും ഷമ്മാസും ഫൈസി ഉസ്താദും 4 പേരും ആ വിശാലമായ ആ സിറ്റൗട്ടിലേക്ക് കയറിയിരുന്നു. നിങ്ങൾ പ്രിൻസിപ്പൽ അന്വേഷിച്ച് വന്നതായിരിക്കും അല്ലേ? ആ, വിവാഹാലോചനയുമായി വന്നതായിരിക്കും അല്ലേ? ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം അവർ ഞെട്ടി. കൈകളിലും കഴുത്തിലും കാതുകളിലും നിറയെ സ്വർണങ്ങളൊക്കെ ധരിച്ചുകൊണ്ടാണ് ആ സ്ത്രീ. ശരിക്കും അവരൊരു വെള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. വെള്ള കുപ്പായവും
തട്ടം ഇങ്ങനെ വല്യമ്മമാരിടുന്ന രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഒരു പഴയ എന്ന് വെച്ചാൽ നല്ല ഉഷറുള്ളൊരു വല്യമ്മ. അതെ, അവരുടെ മുഖത്ത് പ്രായത്തിൻ്റെ ആ ഒരു നിഴലൊന്നുമില്ല. നല്ല ആക്റ്റീവ് തന്നെയാണ്. പക്ഷേ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രം അവർ കുറച്ച് പഴകിയ ഉമ്മമാരിടുന്ന വേഷമാണ് ധരിച്ചിരിക്കുന്നത്. നല്ല തൂവെള്ള നിറത്തിലുള്ള വസ്ത്രം, അതിൽ കാശിമാല നെഞ്ചത്ത്, അവരുടെ നെഞ്ചിൽ അതങ്ങനെ കിടക്കുന്നു. അത് വെട്ടിത്തിളങ്ങുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തല ചിരിക്കുമ്പോൾ അവരുടെ ചുറ്റുകൾ ഇളകുന്നു. ആ ചുറ്റുകളിലെ ആ ഒരു ഇളക്കം ലൈറ്റിൻ്റെ പ്രകാശത്തിൽ കൂടുതൽ തിളങ്ങുന്നുണ്ടായിരുന്നു. വിവാഹാന്വേഷണവുമായി വന്നതാണ് എന്ന് അവർ പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവർ ഞെട്ടിപ്പോയി. ഇതെങ്ങനെ അറിഞ്ഞു എന്നാൽ ഷമ്മാസ് ചോദിച്ചു. ഉമ, അങ്ങനെ ചോദിക്കാൻ എന്തേ? അല്ല, ആ ഒരു കാര്യത്തിന് വേണ്ടി പലരും ഇവിടെ വരാറുണ്ട്. എൻ്റെ മോൾ ആയിഷ, നിങ്ങൾ അന്വേഷിക്കുന്ന പ്രിൻസിപ്പളിൻ്റെ ആദ്യ ഭാര്യ. 2 മക്കളും ഉണ്ട്. പക്ഷേ പ്രിൻസിപ്പളുമായിട്ടുള്ള ബന്ധം ഒത്തുപോകാൻ അവൾക്ക് തീരെ താല്പര്യമില്ല. കാര്യങ്ങൾ ഞാനിത് നിങ്ങളോടായിട്ട് ഇനി മറച്ചു വെക്കുന്നില്ല. അതായത് എൻ്റെ മരുമകനായ ആ പ്രിൻസിപ്പൾ എത്രയോ സ്ഥാപനങ്ങൾക്കുടമയാണ്. ഒരുപാട് സ്വത്തും സമ്പത്തും എല്ലാം ഉണ്ട്. പക്ഷേ ഭാര്യയെ ശരിക്ക് നോക്കാഞ്ഞാൽ പിന്നെന്താ? എന്ന് വെച്ചാൽ ഭാര്യയെ സ്വർണം കൊണ്ടോ അല്ലെങ്കിൽ പണം കൊണ്ടോ നോക്കുകയില്ല എന്നല്ല, അതൊക്കെ ഇഷ്ടം പോലെയാണ്. പക്ഷേ എന്നാലും നമ്മൾ മനസ്സറിഞ്ഞ് കെട്ടിച്ചു കൊടുത്തത് നമ്മുടെ മക്കളെ അവർ നല്ല രീതിയിൽ ഒന്ന് പോറ്റാൻ വേണ്ടിയിട്ടാണ്. അതിനിടയിൽ വേറെ കളികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ മക്കൾ അവിടെ നിൽക്കൂരല്ലോ. 2 മക്കളുണ്ട് അവൾക്ക്, പ്രിൻസിപ്പളിന്. അതെ, എന്നാൽ അതിനിടക്ക് 3ഓ 4ഓ അങ്ങനെ പല വിവാഹങ്ങളും നടക്കുകയെ നിക്കാഹ് കഴിക്കേ എന്തൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവന് പ്രത്യേകമായിട്ട് ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെയുണ്ട്. ഓരോന്നിലും ഓരോ ഭാര്യമാർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ മോൾ ആയിഷയ്ക്ക് മൂപ്പരോട് തീരെ താല്പര്യമില്ല. മൂപ്പര് വരും സംസാരിക്കും ഒക്കെ ചെയ്യും, ഇവിടെ ഇരിക്കും. നമുക്ക് ആട്ടി പറഞ്ഞേക്കാൻ പറ്റൂലല്ലോ, മരുമകനല്ല എത്രയൊക്കെ തന്നെയായാലും. പക്ഷേ എൻ്റെ മോൾ ആയിഷ അതിൻ്റെ ശേഷം മൂപ്പരോട് നേരിട്ട് മിണ്ടിയിട്ടൊന്നുമില്ല. ഭക്ഷണമൊക്കെ കൊണ്ടേ കൊടുക്കും, ഒക്കെ ചെയ്യും. പക്ഷെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കാറില്ല. അതെ, എൻ്റെ മരുമകനായിട്ട് പറയല്ല, നല്ല ആളുകൾക്ക് സഹായമൊക്കെ ചെയ്യുന്ന ആളാണ്. എല്ലാം ചെയ്യും, കൊടുക്കും, എന്തും ഉണ്ട്. പക്ഷെ ആയിഷയുടെ ജീവിതം അവൾക്കത് വിഷമാണ്. അവൾക്കത് തീരെ ഇഷ്ടമല്ല. പേര് കേട്ട ആളൊക്കെ തന്നെയാണ് എൻ്റെ മരുമകന്. എല്ലാവർക്കും സഹായം ചെയ്യുന്ന വ്യക്തിയും ഒക്കെ തന്നെയാണ്. പക്ഷേ ചെറിയ പെൺകുട്ടികളെ കണ്ടാൽ പിന്നെ മൂപ്പർക്ക് ഭാര്യയാക്കണമെന്ന് തോന്നും. പക്ഷേ എൻ്റെ മോൾ എതിരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അവരുമായിട്ടുള്ള ബന്ധം വല്ലാതില്ല. വരും പോവും, കാണും, മക്കളെ കാണുകയൊക്കെ ചെയ്യും. അതൊന്നുമല്ല. എന്നാലും പുതിയ പുതിയ ഓരോ ആലോചനകളൊക്കെ വരുമ്പോഴേ അതൊക്കെ ഈ വഴിക്ക് ഇങ്ങോട്ട് വരും. എന്താ അറിയില്ല. അപ്പം നിങ്ങളും ശരിക്കും ഷമ്മാസിനെ എന്തോ ആയിപ്പോയി. ഒരു നിമിഷം അതാ ബാഫി ഉസ്താദും ഞെട്ടിപ്പോയി. റബ്ബേ, ഇങ്ങനെയുള്ള ഒരാൾക്കാണല്ലോ എൻ്റെ പെങ്ങളെ ഞാൻ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പഠിച്ചോനെ, വല്ലാത്തൊരവസ്ഥ. എന്നാൽ അപ്പോഴേക്കും അവിടുത്തെ നേരത്തെ കണ്ട ആ ഒരു നീണ്ട സ്ത്രീ അവർക്ക് ചായയും കടിയുമെല്ലാം കൊണ്ടുവന്ന് വെച്ചു. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, വേണ്ട, അതൊന്നും വേണ്ട, ഞങ്ങൾ പോവാണ്. അല്ല, വീട്ടിലേക്ക് ആര് വന്നാലും ആതിഥേയ മര്യാദ സ്വീകരിക്കണമല്ലോ. ഇത് ഇവളുടെ ഉപ്പയുടെ നിർദ്ദേശമാണ്. ആയിഷാൻ്റെ ഉപ്പാന്ന് വെച്ചാൽ അതിഥികൾ വരുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ആയിഷ നിവാസിലെ ആയിഷ എന്താ പറയുക, പ്രതീക്ഷയോടെ കെട്ടിച്ചതായിരുന്നു. ഏറ്റവും പണക്കാരനായ ഒരുപാട് കോളേജുകളും സ്ഥാപനങ്ങളൊക്കെയുള്ള വിദ്യാഭ്യാസവുമുള്ള ഒരു പ്രിൻസിപ്പളിന്. എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ചായ കുടിക്കും മക്കളെ. ആ ഉമ്മ സ്നേഹത്തോടെ അവർ സ്വീകരിച്ചു. എന്നാൽ കുഞ്ഞു ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കി. വാഫി ഉസ്താദും അവർക്ക് എങ്ങനെ അത് കുടിക്കാതിരിക്കാൻ തോന്നും? അത്രക്കും നല്ലൊരു ഉമ്മയായിരുന്നു അത്. ഷമ്മാസും കുഞ്ഞും ഉസ്താദുമാരും അവിടുന്ന് ചായ കുടിച്ചു. എന്നാൽ ആ ഉമ്മയുടെ സ്നേഹവും സഹകരണവും എല്ലാം കണ്ടപ്പോൾ ശരിക്കും അവർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമമാണ് തോന്നിയത്. പാവം, ഈ മകളുടെ സ്ഥിതി എന്താണ്? മകളുടെ അവസ്ഥ എത്രമാത്രം പരിതാപകരമാണ്. സ്വന്തം ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സമാധാനമാണ് അവരുടെ ജീവിതത്തിലുണ്ടാവുക? എന്നാൽ ആ സ്ത്രീ വീണ്ടും അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ നിങ്ങളെ ഒരിക്കൽ പോലും ബുദ്ധിമുട്ടാക്കുവാനോ അല്ലെങ്കിൽ ഒന്നിനും പറഞ്ഞതല്ല. അവൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. ഞങ്ങളാരും അവനെ തടഞ്ഞാൽ ഒരിക്കലും അവനത് കേൾക്കില്ല. അതുമാത്രമല്ല, പിന്നെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ.
പോറ്റാൻ കഴിവുണ്ടെങ്കിൽ എത്രയും കെട്ടാലോ. ആ കാര്യത്തിലൊന്നും അവനക്ക് കുറവില്ലല്ലോ. അവന് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ജീവിക്കാനും അതിനപ്പുറമുള്ളതും ഒക്കെ. ശരിയാണ്, ഓരോ പെൺകുട്ടികളുടെ ജീവിതം അങ്ങനെ രക്ഷപ്പെട്ടൊക്കെ പോകും. ഓരോ ഫ്ലാറ്റിൽ ഓരോ പെൺകുട്ടികളാണെന്നൊക്കെ പറഞ്ഞത്. പിന്നെയെന്ന് വെച്ചാൽ നിക്കാഹ് കഴിക്കുന്നുണ്ട്. നിക്കാഹ് കഴിച്ചിട്ട് മാനമര്യാദ തന്നെയാണ് അവരെ കൊണ്ട് നടക്കുന്നത്. അവിഹിതമൊന്നുമില്ല. അതൊന്നും എനിക്ക് പറയാനുമില്ല. എല്ലാം ശരിക്ക് തന്നെയാണ്, നേരായ മാർഗത്ത് തന്നെ. പക്ഷേ എന്നാലും മനസ്സിൻ്റെ ഉള്ളിലൊരു വിങ്ങലാണ് എൻ്റെ കുട്ടിക്ക്. ഐഷാസ് നിവാസിൽ അവർ എല്ലാവരും എല്ലാം ആ ഉമ്മയുടെ സംസാരം കേട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അതെ, ഒരു പെണ്ണും ആഗ്രഹിക്കാത്തതാണ്, അല്ലെങ്കിൽ ഒരു പെണ്ണിനും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ഇതെല്ലാം. പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തർക്ക് ഓരോ വിധി, അല്ലാതെ എന്ത് പറയാനാ. എൻ്റെ കുട്ടിയുടെ ജീവിതം അങ്ങനെ എന്ന് വിചാരിച്ചിട്ടേ നിങ്ങൾക്കൊരിക്കലും ഞാൻ അതിനെതിരെ പറയണില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തോളൂ, കുഴപ്പമില്ല. അവൻ പൊന്നുപോലെ നോക്കും. പക്ഷേ എൻ്റെ ആയിഷക്ക് അതിന് താല്പര്യമില്ലായിട്ടാണ്. വേറെ എത്രയോ ഉണ്ട്, 2 3 ഒക്കെ പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയായിരിക്കും. പക്ഷേ ബുദ്ധിമുട്ടാക്കണമെന്നില്ല. അതായത് അവൻ നല്ല രീതിയിൽ നോക്കും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. എന്താ ചെയ്യുക, ആദ്യത്തത് എൻ്റെ മോളായിപ്പോയി. അതിനുശേഷം മൂപ്പരോട് എൻ്റെ കുട്ടിക്ക് തീരെ ഒരു മനസ്സ് തോന്നിയിട്ടില്ല. എപ്പോഴും കണ്ണീരാണ് അവൾക്ക്. ഇപ്പം അതങ്ങ് ശീലമായി. എന്താ ചെയ്യുക, 2 മക്കളായി പോയില്ലേ. ഒഴിവാക്കുക എന്ന് വെച്ചാൽ അതും അതിലേറെ ഇടങ്ങാറ്. പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ വിധി പഠിച്ചോ നമുക്ക് തരുന്നതല്ലേ. ആ ഉമ്മയുടെ അവസ്ഥകളെല്ലാം പറഞ്ഞു. അതിനിടയിലും ഉമ്മ ഈ കാര്യം പ്രത്യേകമായി പറഞ്ഞു. അതായത് ഞാനിത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറുകയൊന്നും വേണ്ടിട്ട്. അവനക്ക് അങ്ങനെ ഓരോ ഇഷ്ടങ്ങളാണ്. ആ ഇഷ്ടത്തിന് നിങ്ങളെ മോളെ നിങ്ങൾ നിക്കാഹ് കഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തും ചെയ്തു. ദുസ്വഭാവം കാര്യങ്ങളൊന്നുമില്ല. അതന്നെ, ഒന്ന് കഴിഞ്ഞാൽ ഒന്നിമലൊന്നും അവൻ്റെ നിൽക്കൂല. അങ്ങനെയാണ് അവൻ്റെ ജീവിതം. പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തരുടെ സൃഷ്ടിപ്പ് അങ്ങനെ ആയിരിക്കും. ആ ഉമ്മ പറഞ്ഞതിൽ ശരിക്കും കുഞ്ഞു വരെ ഞെട്ടിപ്പോയി. റബ്ബേ, അതെ, എൻ്റെ മിസ്രിയെ 2 3 ഭാര്യമാരൊക്കെ ഉള്ള അയാളെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കുക എന്നൊക്കെ വെച്ചാൽ അത് വല്ലാത്തൊരു വിഷമമുള്ള കാര്യം തന്നെയാണല്ലോ റബ്ബേ. എന്നാൽ വാഫി ഉസ്താദിന് ആകെ മടുത്തു പോയി എല്ലാം കേട്ടപ്പോൾ. എന്നോട് എന്തായിരുന്നു പ്രിൻസിപ്പൾ പറഞ്ഞത്? അത് അവളെ ഞാൻ നിക്കാഹ് കഴിക്കും, പൊന്നു പോലെ നോക്കും. പക്ഷെ ഒരിക്കൽ പോലും ഭാര്യയും മക്കളുള്ളതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. എന്നാൽ ഉമ്മ പറഞ്ഞു, അതായത് മക്കളെ ഞാൻ മുടക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കാര്യം പറഞ്ഞതാണ് കേട്ടോ, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു ജീവിതം ഇഷ്ടമാണെങ്കിൽ ആയിക്കോട്ടെ. ചില സ്ത്രീകൾക്ക് അങ്ങനെ കുഴപ്പമുണ്ടാവില്ല, പുരുഷന്മാർക്കും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇതാണ് സംഭവം. എൻ്റെ മകളാണ് മൂത്ത ഭാര്യ. പിന്നെ 3 4 അയക്കണേ. ഇനി ഇത് എത്രാമത്താണ് എനിക്കറിയില്ല. പലരും ഇങ്ങനെ ഇങ്ങോട്ട് വിവാഹം അന്വേഷിച്ച് വരാറുണ്ട്, മടങ്ങി പോവാറുണ്ട്, എന്തൊക്കെ അറിയില്ല. എന്നാൽ ആ ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ മനസ്സിൽ, അത് അവരുടെ എല്ലാം മനസ്സിൽ ആകപ്പാടൊരു ഭീതി പകർന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ മക്കളെ, ഒന്നും വിചാരിക്കല്ലോ, ഉള്ള കാര്യം പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ അവർ ആ വലിയ ഗേറ്റ് കടന്ന് അവിടെ നിന്നിറങ്ങി. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ അവരറിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. എന്നാൽ ആ നിമിഷം ഷമ്മാസിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് വാഫി ഉസ്താദ് പറഞ്ഞു, ഷമ്മോൻക, രക്ഷപ്പെട്ടതാണ് എൻ്റെ പെങ്ങൾ, അല്ലെങ്കിൽ അവളും ഈ കെണിയിൽ അകപ്പെട്ടു പോയേനെ. പാവം എൻ്റെ മിസ്സിരി, അവളൊന്നും അറിഞ്ഞിട്ടില്ല. അവൾക്ക് പേടിയാണ്, അവൾക്ക് ഇഷ്ടമല്ല അയാളെ. 1 2 തവണകളിലായിട്ട് അവളെ കാണാൻ വന്നിരുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെ തന്നെയാലും രക്ഷപ്പെട്ടു എൻ്റെ പെങ്ങൾ. എന്നാൽ ആ നിമിഷം തന്നെ ഷമ്മാസിനോട് വാഫി ഉസ്താദ് പറയുന്നു, അതെ, അധികം വൈകിപ്പിക്കണ്ട, പെട്ടെന്ന് കല്യാണത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അല്ല എങ്കിൽ അവൻ വീണ്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിൽക്കും. അപേക്ഷയാണ്, അധികം വൈകാതെ തന്നെ പെട്ടെന്ന്. കുഞ്ഞു, എന്താ നിൻ്റെ അഭിപ്രായം? എന്താ മിസ്രിയെ വിവാഹം കഴിക്കുന്നതിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്നാൽ ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എനിക്കും ഇതിന് സമ്മതമാണ്. കുഞ്ഞു അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ അവനെ കാണണം, അവനെ കണ്ടിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവൻ വീണ്ടും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അയാൾ എവിടെയാണോ, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, മറ്റൊന്നും ആലോചിക്കണ്ട, നമുക്ക് വേഗം നിക്കാഹിനുള്ള ഡേറ്റിങ് ഫിക്സാക്കി നിക്കാഹ് ചെയ്തിടാം, അതായിരിക്കും നല്ലത്. ഷമ്മാസിൻ്റെ മനസ്സിൽ ഒരു ചിന്ത, അതെ, ഞാൻ മലേഷ്യയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുഞ്ഞുവിൻ്റെ നിക്കാഹ്, അത് കഴിഞ്ഞ് മലേഷ്യ, അതായിരിക്കും നല്ലത്.
അതല്ല എങ്കിൽ ഒരു പക്ഷേ അയാൾ വീണ്ടും ഇനി പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ കൂടി കൊടുക്കേണ്ടി വരും ഇവർക്ക്. അല്ല എങ്കിൽ അയാൾ പണത്തിൻ്റെ മേലെ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ മടിക്കില്ല. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ശരിയാക്കണം. ആഹാ, അങ്ങനെ അവനെ പേടിച്ച് ജീവിച്ചാലോ? എന്നാൽ പിന്നെ അതിനല്ല നേരമുള്ളൂ. ശരിക്കും ഷമ്മാസിൻ്റെ അഭിപ്രായം അതായിരുന്നു. എന്നാൽ പ്രിൻസിപ്പലിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളെല്ലാം കിട്ടിയത് മുതൽ ശരിക്കും വലിയൊരു കെണിയിൽ നിന്ന് തൻ്റെ പെങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ള ചിന്താഗതിയായിരുന്നു നമ്മുടെ വാഫി ഉസ്താദിന്. എന്നാൽ ഫൈസി ഉസ്താദ് പറഞ്ഞു, നമ്മൾ ഇതുവരെ വന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം അറിയാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അയാളുടെ ചതിയിൽ പെട്ടേനെ. പാവം മിസ്രി. അതെ, 3, 4, 5 ഭാര്യമാരുള്ള അയാൾക്ക് വീണ്ടും ഒരു ഭാര്യ, അതും ചെറിയ കുട്ടികളെ അയാൾക്ക് പറ്റുള്ളൂ. എന്താ സാധനമെന്നോ. ശരിക്കും അവർക്കെല്ലാം ആ പ്രിൻസിപ്പളെ കുറിച്ചുള്ള മതിപ്പെല്ലാം തീർന്നു. കാരണം എല്ലാവരും പറയും കോടീശ്വരനാണ്, അങ്ങനെയാണ് ഇങ്ങനെ എത്രയോ കോളേജിനുടമയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇത്രയ്ക്ക് മോശമായ പ്രവൃത്തി അയാളുടെ ജീവിതത്തിലുണ്ടെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. എന്തൊക്കെ തന്നെയാലും അറിഞ്ഞല്ലോ, വലിയ ഭാഗ്യം തന്നെ. അങ്ങനെ ഏതാ അവരെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ പലയിടത്തും പ്രിൻസിപ്പലിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ തന്നെ അദ്ദേഹം അവിടുന്ന് മുങ്ങാറാണ് പതിവ് എന്നും പറഞ്ഞത് കേട്ടു. കാരണം അയാളെ കാണില്ലത്രേ. കണ്ടാൽ ചോദ്യം ചെയ്യുവാൻ അയാൾ ഇട കൊടുക്കില്ല. അപ്പോഴേക്കും വേറെ ഏതെങ്കിലും ഭാര്യമാരുടെ അരികിലേക്ക് മുങ്ങുമത്രേ. അതാണത്രേ അയാളുടെ സ്ഥിരം ഹോബി. ശരിക്കും നമ്മുടെ മിസ്രി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ആ പ്രിൻസിപ്പളിൻ്റെ വലയിൽ നിന്ന്. ഇൻഷാ അല്ലാ, എന്തൊക്കെ തന്നെയാലും നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.